ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കാച്ചിൽ കൃഷിയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല കേട്ടോ കൃഷിയെക്കുറിച്ച്. പപ്പായും മമ്മിയും പറഞ്ഞു തന്ന കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കൃഷിയൊക്കെ ചെയ്യാറ്. അത്യാവശ്യം എനിക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മൾക്ക് അടുക്കളയിലേക്ക് വേണ്ട ഉള്ള സംഭവങ്ങൾ മിക്ക സംഭവങ്ങളും നമ്മൾക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഈ അറിവൊക്കെ വെച്ച് വീട്ടിലെന്തെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുന്നവർക്കും ഇനിയിപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് വന്ന് കുറച്ച് സമയമൊക്കെ കിട്ടുന്നവർക്കും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് വളർത്തി കാണുമ്പോഴും നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം വേറെയാണല്ലോ. എനിക്കതാണ് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടിട്ട് അത് പൂക്കാറും കായ്ക്കാറും ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും കേട്ടോ. രാത്രി ഫുൾ എൻ്റെ മൈൻഡിൽ ആ കാര്യങ്ങളായിരിക്കും കേട്ടോ അപ്പോൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കാച്ചിൽ കൃഷിയാണ് കേട്ടോ. അപ്പം നമ്മളതിൻ്റെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, മിക്കവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ അറിവുകൾ വെച്ച് ഞാൻ കൃഷി ചെയ്തിട്ട് നല്ല വിളവാണ് കേട്ടോ. അപ്പം അതേക്കുറിച്ച് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അപ്പം നമ്മൾ ഏകദേശം ഒരു വിളവെടുത്തതിന് ശേഷം വെള്ളം നല്ലതുപോലെ വറ്റി വരുമ്പോഴാണ് കേട്ടോ ഈ കാച്ചിൽ നടുന്നത്. കാച്ചിലിൻ്റെ നമ്മൾ അടുക്കളയിലേക്ക് എടുത്തതിൻ്റെ ബാക്കി എപ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പീസ് കട്ട് ചെയ്തെടുത്ത് നടണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തലഭാഗത്തു നിന്നായിരിക്കും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു മുളകൾ വന്ന് തുടങ്ങുന്നത്. മുളകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കിളിപ്പിനെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ആ തലഭാഗത്തു നിന്നായിരിക്കും അതിൻ്റെ മുളകളെല്ലാം വന്ന് തുടങ്ങുന്നത്. അപ്പോൾ ആ ഭാഗം വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് നടാനാട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അടുക്കളയിലേക്ക് കുക്ക് ചെയ്ത് ബാക്കി പീസുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിന് മുളകളൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ അതിൽ വെള്ളം നല്ലതുപോലെ വറ്റിയതിന് ശേഷം, വെള്ളം വറ്റുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഒക്കെ കാണുമല്ലോ, അപ്പോഴാണ് കേട്ടോ നമ്മൾ കാച്ചിൽ നടുന്നത്. നമ്മൾ വീട്ടിൽ കാച്ചിൽ സാധാരണയായിട്ട് നടുന്നത് മാർച്ച് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു മഴയോടുകൂടി, അതായത് ഒരു ജൂൺ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ അത് കിളുത്ത് മേളിലോട്ട് കയറിയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ ഒരു കയറോ പിന്നെ എങ്ങോട്ടാണ് പടർത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പടർത്തി വിടാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യേണ്ടത് അപ്പോഴാണ് കേട്ടോ. ഈ കാച്ചിൽ നമ്മൾ കിളയ്ക്കാറാവുന്നത് എപ്പോഴാണ് അറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വള്ളികൾ ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ നിറച്ച് കിഴയ്ക്ക വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ നല്ല വളമൊക്കെ ചെയ്ത് കൊടുത്താലേ ഈ കിഴയ്ക്ക നല്ല ഫലപുഷ്ടി എന്നാണോ പറയുക, അങ്ങനെയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കിഴയ്ക്കായും നമ്മളെടുത്ത് കുഴിച്ചിടുവാണെങ്കിൽ നല്ല പോലെ കാച്ചിൽ കിളിച്ചു വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കുഴിയിൽ മാത്രമാണ് ഈ കിളച്ചത് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതിപ്പം ഒരുപാട് ഉണ്ടാവുന്നവരുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടാവുന്ന ആളുകളും കാണുമായിരിക്കും. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ ഞാൻ നടത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം മുള വന്ന ഭാഗം വേണം നമ്മൾ മണ്ണിൽ നടാൻ. അതായത് ഈ മേൽമണ്ണും ചാണകപ്പൊടിയും പിന്നെ എല്ലുപൊടിയും കൂടെ വേണമെങ്കിൽ എടുത്തോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ ഇതിൻ്റെ കുഴിച്ച് വെക്കാനുള്ള ആ മണ്ണ് ഒരുക്കേണ്ടത് കേട്ടോ. മണ്ണെല്ലായിടും ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കാച്ചിൽ നടാൻ. കാച്ചിൽ സാധാരണയായിട്ട് നമ്മൾ വാഴയുടെ ഇടയ്ക്കോ ഇതിൻ്റെ ഇടയ്ക്കോ ഒക്കെയാണ് കേട്ടോ നടുന്നത്. പിന്നെ ഒരു മരത്തിൻ്റെയൊക്കെ സൈഡ് കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് മരത്തിലോട്ട് വേണമെങ്കിൽ പടർത്തി വിടാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ കയറോ കമ്പോ ഒക്കെ നാട്ടി നമ്മൾ പടർത്തി കൊടുക്കണം കേട്ടോ. ഇത് മണ്ണിന് മുകളിൽ പൊങ്ങി വന്നു കഴിഞ്ഞ് വള്ളി വീശാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ കയറോ കമ്പോ ഒക്കെ നാട്ടി കൊടുക്കണം. കാരണം എന്നാലേ നല്ലതുപോലെ അത് പടർന്ന് പന്തലിക്കല്ല മേളിലോട്ട് കയറി പോവാണ് കേട്ടോ. അങ്ങനെ നല്ല വിള നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പതുക്കെ കിളച്ച് നോക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇതിൻ്റെ അടിയിൽ വേറെ വല്ല കാച്ചിലും പെട്ടുപോയിട്ടുണ്ടെങ്കിലും മുറിയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടുന്നെങ്കിലും ചാണകം സംഘടിപ്പിക്കണം കേട്ടോ. ഇപ്പോൾ ചാണകമൊന്നും നമ്മുടെ വീട്ടിൽ പശുവൊന്നുമില്ലല്ലോ. അപ്പോൾ അടുത്ത വീടുകളിലോ ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിച്ചിട്ട് ചാണകം സംഘടിപ്പിച്ചിട്ട് ചാണകവെള്ളത്തിൽ മുക്കിയിട്ട് തണലത്ത് വേണം നമ്മൾ ഈ കാച്ചിൽ ഉണങ്ങാൻ വെക്കാൻ. എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നട്ടു കൊടുക്കാം കേട്ടോ. എന്നിട്ട് മണ്ണ് മൂടിയതിന് ശേഷം മുകളിൽ നമുക്ക് ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് നമ്മളുടെ വീട്ടിൽ വീഴുന്ന കരിയില നമ്മൾ മേളിൽ പുതപ്പിച്ച് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുള പൊങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ചിലരൊക്കെ നമ്മളെ കളിപ്പിച്ച് പന്ന വിത്ത് തരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ നെടി കിളിച്ച കാച്ചിലെടുത്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് നമുക്ക് വിത്തെടുത്ത് നടാട്ടോ. അതായിരിക്കും കുറച്ച് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. കടയിൽ നിന്ന് വിത്ത് മേടിക്കുന്നതിനേക്കാളും. ഇനിയിപ്പോൾ നല്ല വിത്തൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, അവിടുന്ന് മേടിച്ച് നമുക്ക് നടാം. ഏകദേശം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് വിളവെടുക്കുന്ന ഒരു 8-9 മാസമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ വിളവെടുക്കുന്നത്. വള്ളികൾ നല്ലതുപോലെ ആ സമയത്താണ് 8 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ ഉണങ്ങി തുടങ്ങും. ഈ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വള്ളികളിൽ ആണ് ഈ കിഴക്ക ഉണ്ടാകുന്നത്. കിഴക്ക ഉണ്ടായി കിടക്കുന്നതാണ് നമ്മൾ ആ ഫസ്റ്റ് ക്ലിപ്പിൽ കാണിച്ചത്. കിഴക്കാൻ തന്നെയാണോ നിങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്? ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ പറയുന്നത്.
പിന്നെ നമ്മൾ ഈ വെള്ളം കയറുന്ന സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാക്കിലോ ഒക്കെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് നടുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ നമുക്ക് വെള്ളം വരുമ്പോൾ ഒന്ന് മാറ്റിയെടുത്തൊക്കെ വെച്ച് കൊടുക്കാമല്ലോ. കാരണം വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ വെള്ളം നിന്ന് കഴിയുമ്പോഴത്തേക്ക് സംഗതി അങ്ങ് നീറിപ്പോവും. അപ്പം നമ്മൾ കുറച്ച് പൊക്കമുള്ള സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ നടുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കാച്ചിൽ വിശേഷം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നമ്മളുടെ വീട്ടിലെ കാച്ചിലായതുകൊണ്ട് നല്ല വെണ്ണക്കട്ടി പോലെയുണ്ട് കേട്ടോ. ഇത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാകുന്ന കാച്ചിൽ കഴിക്കാനൊരു പ്രത്യേക സുഖമാണ്. പക്ഷേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. നമ്മൾ വീട്ടിൽ വളം ചെയ്ത് എന്തെങ്കിലും കോഴിക്കാഷ്ടോ ആട്ടുംകാഷ്ടോ പിന്നെ ഇനി ഒന്നും ഇല്ലെങ്കിൽ മുയലും കാഷ്ടോ ഒക്കെ ആണെങ്കിൽ നല്ലതുപോലെ വിളവ് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള വളമൊന്നും ചെയ്യാറില്ല. ഇതുപോലുള്ള ചാണകം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാറുള്ളൂ. ജൈവ വളങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ കാച്ചിൽ വെന്തിട്ടുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ കാച്ചിൽ കഴിക്കും. പക്ഷേ ഇന്നത്തെ തലമുറയോട് കാച്ചിൽ കഴിക്കാൻ പറഞ്ഞാൽ മടിയാണല്ലേ. എനിക്കും ഒരുപാടങ്ങ് ഇഷ്ടമൊന്നുമല്ല, ഒരു 2-3 പീസൊക്കെ കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. 2-3 പീസ് ഇതുപോലെ നല്ല പുളിയും നല്ല ചൊടിയുള്ള ചമ്മന്തി എന്ന് പറയില്ലേ, കാന്താരി മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ കാച്ചിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒരുപാട് മൂടൊന്നും വേണ്ടല്ലോ. നമ്മളുടെ വീട്ടിലിപ്പോൾ വളരെ അംഗങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഒരു 4-5 കുഴിയിലേക്ക്, ഇനി അതും പറ്റില്ലെങ്കിൽ 1-2 കുഴിയിലേക്കെങ്കിലും ഇതുപോലെ കാച്ചിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വല്ലപ്പോഴും ഒരു കൊതിക്ക് വേണ്ടി ഇങ്ങനെ കഴിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും ഒരു കൊതിക്ക് വേണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ്. ഇത് നമ്മൾ വീട്ടിൽ തോരൻ വെക്കും, മെഴുക്കുവരട്ടി വെക്കും. പിന്നെ ഇനി ഇത് ഫ്രൈ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിപ്സ് പോലെ ഫ്രൈ ആക്കി എടുക്കുമോ എന്ന് എനിക്കറിയില്ല. സാധാരണ ചേനയൊക്കെ നമ്മളങ്ങനെ വറക്കാറുണ്ടല്ലോ. അപ്പം എനിക്കിതിൻ്റെ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാച്ചിൽ തോരൻ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ മണ്ണിൽ വളർന്നു വന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് കാച്ചിൽ മെഴുക്കുവരട്ടി ഒന്നും കൊടുത്താൽ ഇഷ്ടമാവുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ പൊതുവേ കടയിൽ നിന്ന് മേടിക്കുന്ന പൊട്ടറ്റോ മെഴുക്കുവരട്ടിയൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞറിവുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നു. ഇത്രയൊക്കെ മതി ഒരു കാച്ചിൽ നടാനുള്ള അറിവ്. അല്ലാതെ നമ്മൾ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട യാതൊരു കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ്സ് പറ്റുകയാണെങ്കിൽ ഇടുക കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ കാച്ചിൽ വിശേഷങ്ങൾ.